ലൈവിൽ ഒറ്റയ്ക്കിരുന്ന് ചില കാര്യങ്ങൾ തന്നെ പറയുകയാണ് രേണുസുതി. എൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണെന്നോ 3-ാം തീയതി ബർത്ത്ഡേ ആണെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ബർത്ത്ഡേക്ക് എല്ലാ പ്രാവശ്യവും എൻ്റെ സുധിച്ചേട്ടനാണ് എനിക്ക് സമ്മാനം മേടിച്ച് തന്നുകൊണ്ടിരുന്നത്. ഇത്തവണ എനിക്ക് ഗിഫ്റ്റ് തരാൻ ആരുമില്ല. എനിക്കറിയാം എൻ്റെ കൂടെ ആരുമില്ലെന്ന്. പക്ഷേ എന്നെ ഇതുവരെ സ്നേഹിച്ച് ഇവിടെ നിർത്തിയ ഈ കേരളത്തിലുള്ള മൊത്തം, കേരളത്തിലല്ല ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലും, ഇന്ത്യയിലുമല്ല ദുബായിലൊക്കെ എനിക്ക് ആരാധകരുണ്ട്. ഈ ലോകത്തിലെ നാനാഭാഗങ്ങളിലുള്ള മലയാളി പ്രേക്ഷകരിലെ കുറച്ച് പേരിലെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവർ വോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് 1000 നന്ദി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കയറി വരാം. നിങ്ങളൊക്കെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. എന്നിട്ട് രേണുവിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞ ശേഷം നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോരെ. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് കാണാം. എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വോട്ട് ചെയ്തവരെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. വളരെയധികം നന്ദിയുണ്ട് വോട്ട് ചെയ്തതിനെന്നൊക്കെ പറഞ്ഞ് രേണുസുതി ഒറ്റയ്ക്കിരുന്ന് ലൈവിലിരുന്ന് സംസാരിക്കുകയാണ്. ആദ്യം സുധിച്ചേട്ടനോട് തന്നെ സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നും. കാരണം രേണു പലതവണ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സുധിച്ചേട്ടനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് തന്നേനെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി രേണുവിൻ്റെ ബർത്ത്ഡേ എങ്ങാനും ആണോ വരുന്നത് എന്നറിയത്തില്ല. അപ്പോൾ ഇൻ കേസ് ബിഗ് ബോസ് എങ്ങാനും മറന്നുപോയെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി രേണു പറഞ്ഞതാണെന്ന് അറിയത്തില്ല. എന്തായാലും ലൈവിൽ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന രേണുസുതിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈൽഡ് കാർഡുകളൊക്കെ ഉടനെ കയറി വരും. അതൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. രേണുസുതിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.